കൂത്താട്ടുകുളം നഗരസഭയിൽ വീണ്ടും അവിശ്വാസ പ്രമേയ ചർച്ച. CPM-ന് ഭരണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് വിവരം. UDF നൽകിയ നോട്ടീസിന് ചർച്ച ചെയ്യും. CPM-മായി ഇടഞ്ഞ കൗൺസിലർ കലാരാജു UDF പക്ഷത്താണിപ്പോൾ. 6 മാസം മുൻപ് നടന്ന അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് UDF അംഗങ്ങൾക്കൊപ്പം എത്തിയ കലാരാജുവിനെ CPM അംഗങ്ങളും നേതാക്കളും ചേർന്ന് തട്ടിക്കൊണ്ടുപോയത് വിവാദമായിരുന്നു. അർജുൻ മട്ടന്നൂരാണ് ചേരുന്നത്. അർജുൻ, അന്നത്തെ നാടകീയ സംഭവങ്ങൾ ഒന്നും തന്നെ നമ്മൾ മറന്നിട്ടില്ല. ഇന്നിപ്പോൾ വീണ്ടും അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്ക് വരികയാണ്. CPM-ന് ഭരണം നഷ്ടപ്പെടുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? അതിന് തന്നെയാണ് സാധ്യത വിനീത. അതായത് 25-അംഗ നഗരസഭയിൽ 13 പേരാണ് LDF പക്ഷത്തുള്ളത്. അതേസമയം ഒരു സ്വതന്ത്രന്റെ പിന്തുണയോടെ 12 പേരാണ് UDF പക്ഷത്തുള്ളത്. പക്ഷേ ഈ LDF-ന്റെ 13 പേരിൽ കലാരാജു ഇത്തവണ സ്വാഭാവികമായും UDF-നെ ആയിരിക്കും പിന്തുണക്കുക. അങ്ങനെയാണെങ്കിൽ ആ കലാരാജുവിന്റെ പിന്തുണയോടുകൂടി UDF അധികാരം പിടിക്കാനുള്ള സാധ്യതയുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കൂത്താട്ടുകുളം നഗരസഭയിൽ വീണ്ടും ഒരു അവിശ്വാസ പ്രമേയം വരികയാണ്. കഴിഞ്ഞ 6 മാസം മുമ്പ്, അതായത് ഇക്കഴിഞ്ഞ ജനുവരി 18-ം തീയതിയാണ് നേരത്തെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. ആ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമ്പോൾ തന്നെ കലാരാജു ഇടതുപക്ഷവുമായി CPM-മായി ഇടഞ്ഞിരുന്നു. ആ അവിശ്വാസ പ്രമേയത്തിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ കലാരാജുവിനെ കാണാതായിരുന്നു. അവിശ്വാസ പ്രമേയം നടക്കുന്ന അന്ന് രാവിലെ UDF അംഗങ്ങൾക്കൊപ്പമാണ് അന്ന് കലാരാജു എത്തിയത്. അതിന് തൊട്ടു പിന്നാലെ LDF പ്രവർത്തകരും LDF നേതാക്കളും LDF-ന്റെ ചെയർപേഴ്സന്റെ വാഹനത്തിൽ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോവുകയും ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് മാറ്റുകയും അവിശ്വാസ പ്രമേയം പൂർത്തിയാകുന്നതുവരെ അവിടെ പാർപ്പിക്കുകയുമായിരുന്നു. അത് വലിയ വിവാദവുമായിരുന്നു. എന്തായാലും കലാരാജു ഇടതുപക്ഷവുമായി CPM-മായി ഇടഞ്ഞു തന്നെ നിൽക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് കൃത്യമായി അവിശ്വാസ പ്രമേയം നടക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഇടതുപക്ഷത്തിന് ഭരണം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതേസമയം കനത്ത പോലീസ് സുരക്ഷയിലായിരിക്കും ഇന്ന് അവിശ്വാസ പ്രമേയ ചർച്ച നടക്കുക എന്ന കാര്യം ഉറപ്പാണ്. അന്ന് വലിയ സംഘർഷവും വലിയ വിവാദങ്ങളും ഉണ്ടായ ജനുവരി 18-ം തീയതി പോലീസ് നിഷ്ക്രിയമായി പ്രതികരിച്ചു എന്നതായിരുന്നു UDF-ന്റെ പ്രധാനപ്പെട്ട ആരോപണം. അന്ന് കോടതിയിലേക്കടക്കം UDF നീങ്ങുകയും ചെയ്തിരുന്നു. ഇത്തവണയും മാത്യു കോയൽനാടനും അതോടൊപ്പം തന്നെ അനൂപ് ജേക്കബ് MLA-യും ഇത്തവണയും ഇത്തരത്തിൽ ഈ കച്ചകെട്ടി ഇറങ്ങിയിട്ടുണ്ട്. സ്വാഭാവികമായും അവിശ്വാസ പ്രമേയം പാസ്സാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൽ തന്നെയാണ് UDF ഉള്ളത്. നാടകീയ സംഭവങ്ങൾ ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ശക്തമായ പോലീസ് സുരക്ഷയിലായിരിക്കും ഇന്ന് നടക്കുന്ന അവിശ്വാസ പ്രമേയം. ശരി, അർജുൻ മട്ടന്നൂർ വിവരങ്ങൾ നൽകുകയാണ്.